കടല റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. പുട്ടിലേക്കാണെങ്കിലും ചപ്പാത്തി, പൂരി ഏതിലേക്ക് വേണമെങ്കിലും മാച്ചായിട്ടുള്ള ഒരു റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. അതിനായിട്ട് ഞാൻ വെള്ളക്കടല ഇവിടെ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. 2 വിസിലൊക്കെ വരുമ്പോഴത്തേന് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇനി ഉള്ളി വഴറ്റിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അധികം വലിപ്പമില്ലാത്തതാണ്. വലിയ ഉള്ളിയാണെങ്കിൽ ഒരെണ്ണം തന്നെ എടുത്താൽ മതി. ഇനി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി, പച്ചമുളക്, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനും കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കടലയും കൂടി ഒഴിച്ചു കൊടുക്കാം. കടല നന്നായിട്ട് വേവിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് 10-15 മിനിറ്റ് നമുക്ക് ഇതിനെ അടച്ച് വെച്ചിട്ട് വേണം ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഈ ഗ്രേവിയിൽ കിടന്നിട്ട് കടല നന്നായിട്ട് ഒന്നും കൂടി മസാല എല്ലാം ഇതിൽ നന്നായിട്ട് പിടിക്കുന്ന വിധത്തിൽ വേണം ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഞാനിങ്ങനെ ഈ ഒരു പരുവത്തിനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ഗ്രേവി പോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് വെള്ളമാക്കിയിട്ട് തന്നെ എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും മല്ലിയിലെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു 2 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ളൊരു കടല റോസ്റ്റ് തന്നെ റെഡിയായി കിട്ടും. പുട്ട് അതിലേക്കൊക്കെ നല്ല മാച്ചായിട്ടുള്ളൊരു കറിയാണിത്. ഇപ്പോൾ കടലയിട്ട് നമ്മൾ വെള്ളക്കടല വെച്ചിട്ട് കറി ഉണ്ടാക്കാറുണ്ട്. അതേപോലെ ചന മസാല അങ്ങനെയുള്ള ഇതൊക്കെ റെഡിയാക്കി എടുക്കാറുണ്ട്. റോസ്റ്റാക്കിയിട്ട് നിങ്ങൾ ഇതേവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു റോസ്റ്റാണിത്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ.